ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻഡഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 12 ആണ്. ഈ എപ്പിസോഡോട് കൂടി ഡാൻഡഡാൻ സീസൺ 2 അവസാനിക്കുകയാണ്. സോ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മാക്സിമം കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ അവർക്കാർക്കും ഈ റോബോട്ടിനെ എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ എല്ലാവരും ഓരോ ബട്ടൺ പ്രസ് ചെയ്യാൻ പോകുമ്പോൾ കിൻഡ പറയുന്നു, ഹേ സ്റ്റോപ്പ്, എന്റെ കയ്യിൽ ഈ റോബോട്ടിന്റെ മാനുവൽ ഉണ്ട്, ഞാനത് നോക്കി ഈ റോബോട്ടിനെ എങ്ങനെ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ഇവിടെ ഇവൻ ബുക്ക് പഠിച്ച് കഴിയുമ്പോഴേക്കും കൈജു വന്ന് അവരെല്ലാവരും കൊന്നിട്ടുണ്ടാകും. ഇത് കണ്ട് ഐറ ദേഷ്യപ്പെടുന്നു. ഐറക്ക് ഒന്നാമത് കിൻഡയെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊക്കെ കണ്ട് മോമ പറയുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് അവരുടെ മുമ്പിലുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. ഇത് കേട്ട് എല്ലാവരും അവരുടെ മുമ്പിലുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇത് കാരണം ആ റോബോട്ടിന്റെ ഓരോ പീസൊക്കെ താഴെ പോകുന്നു. ഇതിലൊരു ബട്ടൺ കാരണം ഒക്കാറൂൺ ആ റോബോട്ടിൽ നിന്ന് ഇജക്റ്റ് ആകുന്നു. ഇങ്ങനെ കിൻഡ നോക്കുമ്പോ ആ കൈജു അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ കിൻഡ നിൽക്കുമ്പോ അവൻ അവിടെ ഒരു ലിവർ കാണുന്നു. കിൻഡ അത് പിടിച്ച് വലിച്ചപ്പോ റോബോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് പോസ്റ്റിലെ വയർ കാരണം കാല് തെറ്റി താഴെ വീണു പോകുന്നു. കിൻഡ അത് നേരെയാക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കൈജു വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ആ കിക്കിന്റെ പവർ കാരണം ആ റോബോട്ട് തെറിച്ച് കുറെ ദൂരെ പോയി വീകുന്നു. ദെൻ ആ കൈജു തന്റെ വാലുകൊണ്ട് ആ റോബോട്ടിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നു. ഇവിടെ ഒക്കാറൂനെ കാണിക്കുന്നുണ്ട്. ഒക്കാറു നോക്കുമ്പോ ആ കൈജു റോബോട്ടിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഒക്കാറൂൻ പെട്ടെന്ന് തന്നെ അവന്റെ സീറ്റ് ബെൽറ്റ് അയക്കാൻ ശ്രമിക്കുന്നു. ഒക്കാറൂൻ മോവക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ആലോചിച്ച് ടെൻഷൻ ആകുന്നു. അപ്പൊ റോബോട്ടിന് വെളിയിൽ ഈവിലായി വരുന്നു. അവസാനം എനിക്ക് ഫ്രീഡം ലഭിച്ചു. ഇത് കണ്ട് ആ കൈജു ഈവിലായി അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് കൈജു നിൽക്കുമ്പോ ഈവിലായി അതിന്റെ കാൽ ഉയർത്തിയതും ആ കൈജു അവിടെ വീണു പോകുന്നു. ഇങ്ങനെ ആ കൈജു വീണ ഫോഴ്സ് കാരണം ഈവിലായി തെറിച്ച് ദൂരെ പോയി വീകുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ ഈവിലയുടെ അടുത്തേക്ക് പോകുന്നു. ഇത് കണ്ട് ഈവിലായി, നീയാണോ എന്നെ അറ്റാക്ക് ചെയ്തത്? നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട സമയമായോ? ഇത് കേട്ട് ഒക്കാറൂൺ, നമുക്കിപ്പോ ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, നിനക്കിവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണുന്നില്ലേ? ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ പുറകിൽ നിന്ന് ആ കൈജു തന്റെ ഇലക്ട്രിക് ബീം കൊണ്ട് ആ റോബോട്ടിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ, മിസ് അയാസയും ബാക്കിയുള്ളവരും ഇപ്പോഴും അതിന്റെ അകത്താണുള്ളത് എന്ന് പറഞ്ഞ് ഒക്കാറൂൺ ടെൻഷൻ ആകുന്നു. ഇവിടെ ഒക്കാറൂന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല, കാരണം അവൻ ഇന്നിനി ട്രാൻസ്ഫോം ആകാൻ സാധിക്കില്ല. ഇത് കണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഈവിലയോട് അറ്റാക്ക് ചെയ്യാൻ പറയാൻ തീരുമാനിക്കുന്നു. ഈവിലൈ, ഈ ഒരു തവണ മാത്രം എന്നിങ്ങനെ പറയുമ്പോൾ ആ കൈജുവിന്റെ അറ്റാക്ക് ആ റോബോട്ട് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ ഷോക്കായി നിൽക്കുന്നു. കിൻഡയാണ് റോബോട്ടിനെ മൂവ് ചെയ്തത്. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ടൈം ഞാൻ എടുത്തു, ബട്ട് അവസാനം എനിക്കിതെങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് കിൻഡ ആ കൈജുവിനെ കിക്ക് ചെയ്യുന്നു. കിൻഡ പറയുന്നു, ഈ റോബോട്ട് നിർമ്മിച്ചത് നാനോ സ്കിൻ ഉപയോഗിച്ചാണ്, സോ ഞാൻ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുക എന്നത് എന്റെ ഒരു ഡ്രീമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് റോബോട്ട് ആനിമി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കിൻഡ ആ റോബോട്ടിനെ ചേഞ്ച് ചെയ്ത് അവന്റെ ഇമാജിനേഷനിലുള്ള റോബോട്ടായി മാറ്റുന്നു. ഇനി ഞാനാണ് ഈ റോബോട്ട്. ഇത് കേട്ട് മോമോ, നീ ഇതെന്തൊക്കെയാടാ പറയുന്നത്? ഇത് കണ്ട് കിൻഡ ആ സ്ക്രീൻ അങ്ങ് ഓഫ് ചെയ്യുന്നു. ദെൻ കിൻഡ പറയുന്നു, നമുക്ക് മൂവ് ചെയ്യേണ്ട സമയമായി എന്ന് പറഞ്ഞ് കിൻഡ ആ കൈജുവിനെ ഒരു പവർഫുൾ പഞ്ച് ചെയ്യുന്നു. ദെൻ ആ കൈജു കിൻഡയെ തന്റെ വാൽ ഉപയോഗിച്ച് പിടിച്ച് വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. ബട്ട് കിൻഡ നേരെ പോയി അതിനെ പഞ്ച് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഒക്കാറൂനും ഈവിലയും എക്സൈറ്റഡ് ആകുന്നു. ആ കൈജു കിൻഡയെ തന്റെ ഇലക്ട്രിക് ബീം കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. കിൻഡ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ റോബോട്ടിന്റെ കൈ മുറിഞ്ഞു പോകുന്നു. ഇത് കണ്ട് കിൻഡ ആ കൈ എടുത്ത് ആ കൈജുവിനെ നേരെ എറിയുന്നു. ഇത് കാരണം ആ കൈജു തെറിച്ച് വീകുന്നു. ദെൻ കിൻഡ ആ കൈജുവിനെ എടുത്ത് കറക്കി എറിയുന്നു. ദെൻ കിൻഡ ഓടി കൈജുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ കിൻഡ കൈജുവിന്റെ മുഖം പിടിക്കുന്നുണ്ട്. അപ്പൊ കൈജു തന്റെ ഇലക്ട്രിക് ബീം ഉപയോഗിച്ച് കിൻഡയെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ കിൻഡയുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. കിൻഡ റോബോട്ട്സിന്റെ ഒക്കെ ടോയ് വാങ്ങുന്നത് കൊണ്ട് അവന്റെ സ്കൂളിലെ എല്ലാവരും അവനെ പരിഹസിക്കാറുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിന്റെ പേരിൽ കിൻഡ കുറെ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ കിൻഡ തകർന്നു പോയ ഭാഗങ്ങളൊക്കെ ശരിയാക്കി പറയുന്നു. നിങ്ങൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല, കാരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കിൻഡ ആ കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എനിക്ക് റോബോട്ട്സിനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കിൻഡ അതിന്റെ തലക്കൊരു പഞ്ച് ചെയ്യുന്നു. ഞാൻ എന്റെ ലൈഫ് മുഴുവനും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു ഒരു ദിവസം ഞാൻ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യുമെന്ന്. ഇത് പറഞ്ഞ് കിൻഡ ആ കൈജുവിനെ എടുത്ത് വലിച്ചെറിയുന്നു. ആ കൈജു കിൻഡ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കിൻഡ ആകാശത്തിൽ നിന്ന് വന്ന് ആ കൈജുവിനെ കറങ്ങിയടിക്കുന്നു. ഇതേ സമയം ഒക്കാറൂനും ഈവിലയും ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ കിൻഡ നോക്കുമ്പോൾ കൈജുവിനെ കാണുന്നില്ല. പെട്ടെന്ന് ആ കൈജു കിൻഡ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം കിൻഡയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. അത് വീണ്ടും ഇൻവിസിബിൾ ആയോ? ഹേ കൈജു, നീ നിന്റെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് കിൻഡ തന്റെ സ്പെയർ ഗ്ലാസ് എടുക്കുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് ഈ റോബോട്ടിനെ ഏത് തരത്തിലും മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ കൈജു റോബോട്ടിന്റെ കാലിൽ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം അത് അവിടെ വീണു പോകുന്നു. ദെൻ ആ കൈജു ആ റോബോട്ടിനെ പിടിച്ച് ഹൽക്ക് ലോക്കി അടിച്ചതുപോലെ അടിക്കുന്നു. എന്നിട്ട് അതിനെ വലിച്ചെറിയുന്നു. ആ കൈജു ആ റോബോട്ടിന്റെ ഓരോ ഭാഗവും നശിപ്പിക്കുന്നു. കിൻഡ എയർ ബാഗ് കാരണം അവിടെ കുടുങ്ങിപ്പോകുന്നു. അപ്പോ ഒക്കാറൂൺ കിൻഡയോട് വെളിയിൽ വരാൻ പറയുന്നുണ്ട്. ബട്ട് ഇജക്ട് ചെയ്യുന്ന ബട്ടൺ കിൻഡയ്ക്ക് പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ കിൻഡ ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നു. അപ്പൊ മോമോ തന്റെ പവർ യൂസ്
യൂസ് ചെയ്യുന്നു. എന്നിട്ട് കിൻഡയോട് പറയുന്നു, ഇനി നീ എന്തൊക്കെ സംഭവിച്ചാലും ഈ റോബോട്ടിനെ മൂവ് ചെയ്യരുത്. അപ്പൊ ഐറ തന്റെ മുടി കൊണ്ട് ആ കൈജുവിനെ മുഴുവനായി കവർ ചെയ്യുന്നു. ഇത് കാരണം അവർക്ക് ആ കൈജുവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ട് കിൻഡ, അങ്ങനെ തന്നെ ഗേൾസ്, ഇനി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് മോമയും ഐറയും ദേഷ്യപ്പെടുന്നു. നീ ചെയ്തിടത്തോളം മതി, ഇനി ഈ റോബോട്ടിനെ മൂവ് ചെയ്താൽ ഞങ്ങൾ നിന്നെ കൊന്നു കളയും. ദെൻ മോമയും ഐറയും അത് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ കിൻഡ പറയുന്നുണ്ട്, പ്ലീസ്, ഈ റോബോട്ട് മുഴുവനായി റീജനറേറ്റ് ആയിട്ടില്ല. ഇത് കേട്ട് മോമയും ഐറയും തങ്ങളുടെ പവർ യൂസ് ചെയ്ത് ആ റോബോട്ടിനെ ഏകദേശം ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ആ കൈജുവിനെ പിടിച്ച് ആകാശത്തേക്ക് എത്തിക്കുന്നു. ഇത് കണ്ട് ഒക്കാറൂനും ഈവിലയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇവിടെ മോമോ ആ കൈജുവിനെ കറക്കി താഴെയിടുന്നു. ഇത് കാരണം ആ കൈജു നോർമൽ ആകുന്നു. കൈജുവിനെ ഡിഫീറ്റ് ചെയ്തത് കൊണ്ട് എംപ്റ്റി സ്പേസ് ഇല്ലാതെയാകുന്നു. ഇത് കാരണം റിയൽ വേൾഡിലെ ആളുകൾ ആ വലിയ റോബോട്ടിനെ കാണുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് കണ്ട് മോമോക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ കിൻഡ വന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറയുന്നു. ദെൻ മോമോ കിൻഡ പറഞ്ഞതുപോലെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങുന്നു. ബട്ട് മോമോയുടെ ഇമാജിനേഷൻ വളരെ പൂർ ആയതുകൊണ്ട് മോമോ വീടും യുഎഫ്ഒയും മിക്സ് ആയിട്ടുള്ള എന്തോ നിർമ്മിക്കുന്നു. ഇങ്ങനെ അവർ അത് ഉപയോഗിച്ച് വീടുള്ള സ്ഥലത്ത് അത് ലാൻഡ് ചെയ്യിക്കുന്നു. അവിടെ നിന്ന് ഐറയും മോമയും പെട്ടെന്ന് വോമിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ കിൻഡ പറയുന്നു, അവസാനം എന്റെ ആഗ്രഹം പോലെ എനിക്കൊരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. ഇവിടെ ഒക്കാറുവിനെ കാണിക്കുന്നുണ്ട്. മോമോ ഒക്കാറുവിനെയും ഈവിലെയും കൂട്ടാതെയാണ് പോയത്. ഒക്കാറു നോക്കുമ്പോൾ ആ കൈജു ഇപ്പോഴും അവിടെയാണുള്ളത്. ഇങ്ങനെ എല്ലാ ആളുകളും അതിനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദെൻ ഒക്കാറൂൺ ഈവിലയെ അന്വേഷിക്കുന്നു. ഈവിലൈ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ, ഈവിലൈ, നീ അവിടെ എന്താണ് ചെയ്യുന്നത്? പെട്ടെന്ന് താഴെ ഇറങ്ങ്. ഇത് കേട്ട് ഈവിലൈ, എപ്പോഴും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് മാത്രമാണ് നീയൊക്കെ പറയുന്നത്, ഞാൻ എന്തിനാണ് നീ പറയുന്നത് കേൾക്കുന്നത്? ഇത് കണ്ട് ഒക്കാറൂൺ ചൂടുള്ള ഒരു സ്നാക്ക് വാങ്ങുന്നു. അത് കഴിച്ചതും ഈവിലൈ ജീജിയായി മാറുന്നു. ഒക്കാറൂൺ ജീജിയോട് പറയുന്നു, നീ ആ കൈജുവിനെ എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? ദെൻ ജീജിയും ഒക്കാറൂനും ആ കൈജുവിനെ എടുത്ത് മോമയുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നു. അപ്പൊ കുറച്ചാളുകൾ അവരെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവർ ആ കൈജുവിനെ മോമയുടെ വീട്ടിലെത്തിക്കുന്നു. ജിജി ഒക്കാറിനോട് ചോദിക്കുന്നു, ഒക്കാറൂൺ, യഥാർത്ഥത്തിൽ ഇതെന്താണ്? ഇത് കേട്ട് ഒക്കാറൂൺ, എനിക്കറിയില്ല, ബട്ട് എനിക്ക് തോന്നുന്നു ഇത് UMA ആണ്, അഥവാ അൺഐഡന്റിഫൈഡ് മിസ്റ്റീരിയസ് ആനിമൽ. അപ്പൊ കിൻഡ വെളിയിൽ വരുന്നു. നിങ്ങൾ വളരെ ലേറ്റ് ആണ്, നിങ്ങൾ ഇത്രയും യൂസ്ലെസ് ആയിരുന്നു. കിൻഡയെ കണ്ട് ഒക്കാറൂൺ, സാക്കട്ട, നീ എങ്ങനെയാണ് ആ റോബോട്ടിനെ മൂവ് ചെയ്തത്? അത് വളരെ അടിപൊളിയായിരുന്നു. ഇത് കിൻഡ, ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ്, കാരണം ഞാനാണ് അതിനെ കൺട്രോൾ ചെയ്തത്. ഒക്കാറൂൺ മോമയും ഐറയും സേഫ് ആണോ എന്ന് ചോദിക്കുന്നു. ഇത് കിൻഡ അവരൊക്കെ സേഫ് ആണെന്ന് പറയുന്നു. ദെൻ കിൻഡ ഒക്കാറിനോട് ചോദിക്കുന്നു, നിങ്ങൾ കൈജുവിൽ നിന്ന് വേൾഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളാണോ? ഇത് കേട്ട് ഒക്കാറൂൺ, അങ്ങനെയല്ല, ഞാനും മിസ് ആയാസിയും ഒരു ഗോൾഡൻ ബോൾ സെർച്ച് ചെയ്യുകയാണ്. ബട്ട് ആ ഗോൾഡൻ ബോളിന്റെ പുറകെ ഏലിയൻസും ഗോസ്റ്റും ഉണ്ട്. ഇത് കേട്ട് കിൻഡ, സോ ആ ഗോൾഡൻ ബോൾ ആണോ ഈ വേൾഡിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്? ഇത് കേട്ട് ഒക്കാറൂൺ, നീ വിചാരിക്കുന്നത് പോലെ അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. ഇത് കേട്ട് കിൻഡ, എനിക്ക് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. ഇത് കേട്ട് ഒക്കാറൂൺ, ഞങ്ങൾക്ക് നിന്റെ സഹായം വേണ്ടെന്ന് പറയുന്നു. ഇവിടെ ജിജി കിൻഡെ കിൻഡി എന്നാണ് വിളിക്കുന്നത്. ഇത് കേട്ട് കിൻഡയ്ക്ക് ദേഷ്യം വരുന്നു. ഇവിടെ ഒക്കാറൂൺ ആ കൈജുവിന്റെ വായ തുറന്നു നോക്കുന്നു. അപ്പൊ അവൻ ഹ്യൂമൻ ബോഡി പാർട്സ് കണ്ട് ടെൻഷൻ ആകുന്നു. ഇത് കേട്ട് അവർ രണ്ടുപേരും, ഈ കൈജു ആരെങ്കിലും കഴിച്ചതായിരിക്കും എന്ന് പറയുന്നു. ദെൻ കിൻഡ ജിജിയോട് അതിനെ ചെക്ക് ചെയ്യാൻ പറയുന്നു. ബട്ട് ജിജി തനിക്ക് പറ്റില്ലെന്ന് പറയുന്നു. ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ഒക്കാറൂൺ, ഞാൻ നോക്കാമെന്ന് പറയുന്നു. ഇങ്ങനെ ഒക്കാറൂൺ നോക്കുമ്പോൾ അതിന്റെ അകത്ത് അവനൊരു സിപ്പ് കാണുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ അത് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഒരു ഏലിയൻ പെൺകുട്ടിയെ അവർ കാണുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുന്നു. അപ്പൊ ആ പെൺകുട്ടി കണ്ണു തുറക്കുന്നു. ഇതേസമയം മോമോ ആ വീടുമായി കണക്ട് ചെയ്ത നാനോ സ്കിൻ എടുത്ത് വീട്ടിന് വെളിയിൽ വരുന്നുണ്ട്. ഇങ്ങനെ മോമോ നോക്കുമ്പോൾ കാണുന്നത് ആ ഏലിയൻ പെൺകുട്ടിയെ ഒക്കാറൂൺ കിസ് ചെയ്യുന്നതാണ്. ഇത് കണ്ട് ജിജിയും കിൻഡയും ഷോക്കാവുന്നു. ഇത് കണ്ട് മോമയുടെ ഹൃദയം തകർന്നു പോവുകയാണ്. മോമയുടെ കയ്യിൽ ആ നാനോ സ്കിൻ ഉള്ളത് കൊണ്ട് അവളുടെ മനസ്സ് കാരണം ആ വീട് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ഈ സീനോട് കൂടി ഡാൻഡലാൻഡ് സീസൺ 2 അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഡാൻഡലാൻഡ് സീസൺ 2 ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ കാണാം. ബൈ.